ഹായ് ഹലോ വ്യൂവേഴ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു സ്റ്റിച്ചായിട്ടാണ്, ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച്. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കളർ നൂലെടുക്കുക. എന്നിട്ട് അതിനൊരു 3 ഇഴ നൂല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇച്ചിരി കട്ടിക്കാണ് എടുത്തിരിക്കുന്നത്, നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. കട്ടിക്കൊന്നും എടുത്തിട്ടുണ്ട്. എന്നിട്ടത് സൂചി നൂലും കോർത്തെടുത്ത ശേഷം ഒറ്റ ലൈനിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലൈനിൻ്റെ ഏറ്റവും അറ്റത്ത് നമ്മൾ സൂചി നൂലും അകത്തുനിന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന കണക്ക് തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സൂചി കുത്തി ഇറക്കിയിട്ട് ലൈനിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഒന്ന് ചരിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനുള്ളത്. ലൈനിൻ്റെ ഇവിടെ കുത്തി വെക്കുക, വലിച്ചെടുക്കരുത്. കുത്തി വെച്ച ശേഷം ഇതുപോലെ ആ നൂലിൻ്റെ അറ്റം പിടിച്ച് ഇങ്ങനെ കറക്കി താഴേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ആ സൂചിയിൽ ഇങ്ങനെ നൂലിലിങ്ങനെ പിടിച്ചിട്ട് വേണം അത് വലിച്ചെടുക്കാൻ കേട്ടോ. എന്നാലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കോർത്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ എവിടെയാണോ നമ്മൾ നൂല് കുത്തി എടുത്തത്, അതായത് സൂചി നൂല് രണ്ടാമത് കുത്തി എടുത്തിട്ടുള്ളത്, ആ ഭാഗത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് പിന്നെ സൂചി കുത്തി ചരിച്ച് മുകളിലോട്ട് എടുക്കുക. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുത്തി എടുക്കത്തില്ലേ, അതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. ഇതുപോലെ എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റിച്ചല്ലേ. കാണുമ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് മാത്രം കാണുവാണെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്തത് എന്നൊരു ഇത് വരും കേട്ടോ. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റിച്ചിങ് മാത്രം കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു കൺഫ്യൂഷൻ ആവും. ഇതെങ്ങനെയാണ് ചെയ്തെടുത്തേ, അങ്ങനെ ഒരു ഫീലായിരിക്കും കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ഇത് ചെയ്ത് പഠിച്ച് നമുക്ക് കൈയൊന്ന് വഴങ്ങി കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ബീഡ്സൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ബീഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബേസിക് സ്റ്റിച്ചായിട്ട് ഇത് യൂസ് ചെയ്യാം. മിറർ വർക്കും ത്രെഡ് വർക്കും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.